അങ്ങ് ഇപ്പം മൂന്നാമത്തെ തവണയാണ് അങ്ങും സഹധർമ്മിണിയും മുനിസിപ്പൽ കൗൺസിലിലേക്ക് വരുന്നത്. ആദ്യമായി മുനിസിപ്പൽ കൗൺസിലിലേക്ക് വരുമ്പോൾ അങ്ങയുടെ കായംകുളത്തെക്കുറിച്ചുള്ള വികസന സ്വപ്നം എന്തായിരുന്നു? ശരിക്കും കായംകുളത്ത് ഞാൻ ആദ്യമായിട്ട് 2015 കൗൺസിലറായിട്ട് വരുന്ന സമയം കായംകുളത്തിൻ്റെ വികസന മുരടിപ്പ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാര്യം അതിനു മുമ്പ് വന്നിട്ടുള്ള ഇപ്പം UDF ആണെങ്കിലും LDF ആണെങ്കിലും നിരന്തരമായിട്ട് ഈ ചെയർമാന്മാരെ മാറി 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 പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അതിപ്രസരമുണ്ടായിരുന്നു, അഴിമതി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരുന്നു അന്ന് ഞാൻ 2015 കൗൺസിലിൽ വരുന്ന സമയത്ത് എനിക്ക് അന്നേരം ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണത്. വികസന സ്വപ്നം എന്തായിരുന്നു? എന്തായി തീരണം കായംകുളം എന്നതാണ് അങ്ങയുടെ ഒരു മനസ്സ്? ശരിക്കും കായംകുളം ഒരു വളരെ പ്രശസ്തമായ ഒരു പൈതൃക പട്ടണം കൂടിയാണ് കായംകുളം. നമുക്കറിയാം കായംകുളം കായലോരത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോഴും കായംകുളത്ത് വികസനം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാര്യം ടൂറിസം രംഗത്താണെങ്കിലും മറ്റേതു മേഖലയാണെങ്കിലും ഏറ്റവും അധികം വികസനം നടത്താൻ പറ്റുന്ന ഒരു പട്ടണം കൂടിയാണ് കായംകുളം. പക്ഷേ ഈ മാറി മാറി വരുന്ന ഈ നഗരസഭകൾ, അധികാരത്തിൽ വരുന്ന നഗരസഭകൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ചില രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാരണമാണ് കായംകുളത്തിൻ്റെ ഈ വികസന മുരടിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിരവധി പദ്ധതികളുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വദേശ് ദർശൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ സ്വദേശ് ദർശൻ പദ്ധതി വഴി ടൂറിസം രംഗത്ത്, അതായത് ദാരിദ്ര്യമുക്തമാക്കുന്ന പദ്ധതികളും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും സ്വദേശ് ദർശൻ എന്ന് പറയുന്ന പദ്ധതിയിൽ വരുന്നുണ്ട്. പക്ഷെ അത് നഗരസഭകൾ വഴി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ കേന്ദ്ര പദ്ധതികൾ വരുന്നത്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്വ ഒരു സംവിധാനമുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയാൽ കായംകുളത്ത് നിരവധി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വികസനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കായംകുളത്ത് വികസന മുരടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം കായംകുളത്തിൻ്റെ ഇപ്പം എന്താ പറയുക, നമ്മുടെ മുനിസിപ്പൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമുണ്ട്, ഗതാഗത സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കായംകുളത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. മറ്റൊരു പ്രശ്നമാണ് താലൂക്ക്. കായംകുളം താലൂക്ക് വളരെ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ കായംകുളം താലൂക്ക് നമ്മൾ കാണാം, കായംകുളത്ത് താലൂക്ക് ആശുപത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ താലൂക്ക് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കായംകുളത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ജനപ്രതിനിധികൾ അതിനെത്രമാത്രം അതിനകത്ത് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്നുള്ളത് കായംകുളത്തെ ജനങ്ങൾക്കും അറിയാം. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ ജനപ്രതിനിധികൾ താലൂക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് നടപ്പിലാക്കുമെന്നുള്ളൊരു മോഹന വാഗ്ദാനം മാത്രമാണ് കൊടുക്കുന്നത്. ശരിക്കും കായംകുളത്ത് നല്ലൊരു സ്കോപ്പുള്ള ഒരു പ്രദേശമാണ് കായംകുളം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പം നിലവിൽ ഉള്ള ഒരു പ്രശ്നം, നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതും കായംകുളത്തിൻ്റെ ഇപ്പം മണ്ണിട്ട് പിന്നെ പൊക്കുന്ന ഈ എന്താ പറയുക പില്ലർ ഹൈവേ അല്ല ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കായംകുളത്തിൻ്റെ ഗതാഗത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കായംകുളത്തെ വെട്ടിമുറിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് 15 വർഷമായി, 10 വർഷം മെമ്പറായിരുന്നു അങ്ങും സഹധർമ്മിണിയും, ഇപ്പോൾ വീണ്ടും മെമ്പറായി. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും കൗൺസിലിൽ ഇത് ബോധ്യപ്പെടുത്താൻ അങ്ങ് പരിശ്രമിച്ചിട്ടുണ്ടോ? ശരിക്കും ഈ പില്ലർ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 2015 ആ കാലഘട്ടത്തിലല്ല, 2020 അല്ലെങ്കിൽ 2022 ആ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കായംകുളത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ഈ വിഷയം ഒന്നുകിൽ സംസ്ഥാന സർക്കാരുകൾ വഴിയോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ഇത് കേന്ദ്ര സർക്കാരിലും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ആ സമക്ഷത്തിലേക്കും ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം ആ ഒരു സംഭവം ഇപ്പം നിരവധി സമര പരിപാടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമര പരിപാടികളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമമാണ് ഏറ്റവും വലുത്, കായംകുളത്തിൻ്റെ വികസനമാണ് ഏറ്റവും വലുത്. ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് വികസിത ഭാരതം, വികസിത കേരളം, വികസിത കായംകുളം എന്നുള്ള ആ ഒരു മോട്ടോ, അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പില്ലർ ഹൈവേ കായംകുളത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും അതിനനുകൂലമായ നടപടികൾ എടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യുന്നുണ്ടാകും.